നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം. ഫിഫ വേൾഡ് കപ്പിൽ ബ്രസീൽ തോറ്റു പുറത്തായപ്പോൾ ആരാധകർക്കേറെ നിരാശ നെയ്മറുടെ കാര്യത്തിലായിരുന്നിരിക്കണം. നെയ്മർ ഇനി കളി തുടരുമ്പോൾ ബ്രസീലിനായിട്ട് കളിക്കുമ്പോൾ ഇങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെ ആരാധകരുടെ മനസ്സിലുണ്ട്. ഇപ്പോൾ നെയ്മറുടെ ക്വാളിറ്റിയെക്കുറിച്ച്, നെയ്മറെ തനിക്ക് പരിശീലിപ്പിക്കാൻ കഴിയാതെ പോയതിലെ സങ്കടത്തെക്കുറിച്ച് തുറന്നു പറയുകയാണ് പെപ് ഗാർഡിയോള. മുമ്പ് പലവട്ടം അദ്ദേഹം പറഞ്ഞിട്ടുള്ള കാര്യമാണ്. നെയ്മർ ബാഴ്സ വിട്ട് PSG പോയ സമയത്ത് അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളും ആരാധകർ ഓർക്കുന്നുണ്ടാകും. അവൻ ബാഴ്സലോണ വിടുമെന്ന് ഞാൻ അറിഞ്ഞിരുന്നെങ്കിൽ അവനെ സിറ്റിയിൽ എത്തിച്ചേനെ എന്ന്. ഏതായാലും പെപ്പ് ഇപ്പോൾ ക്ലബില്ലാതെ നിൽപ്പാണ്. അദ്ദേഹം സിറ്റിയിൽ നിന്ന് പടിയിറങ്ങി. ഇനി ഏത് ക്ലബ്ബ്, എങ്ങോട്ടേക്ക്, എന്താണെന്നൊന്നും അദ്ദേഹം വ്യക്തമാക്കിയിട്ടില്ല. നെയ്മർ ജൂനിയറെ കുറിച്ച് അദ്ദേഹം പറയുന്നു. OKXന് കൊടുത്തിട്ടുള്ള ഇൻ്റർവ്യൂവിലാണ് അദ്ദേഹം ഇത് പറഞ്ഞത്. അദ്ദേഹം പറയുന്ന വാക്കുകൾ ESPN അടക്കമുള്ള മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പെപ്പ് പറയുന്നു, നെയ്മറെ പരിശീലിപ്പിക്കുക എന്നുള്ളത് ഞാൻ എപ്പോഴും ആഗ്രഹിച്ചിട്ടുള്ളൊരു കാര്യമാണ്. ഞാനൊരു ഖേദം സംഭവിച്ചില്ലല്ലോ എന്നുള്ളൊരു റിഗ്രറ്റോട് കൂടി പറയുകയല്ല, പക്ഷെ അത് സംഭവിച്ചില്ല, അതുണ്ടായത്. പക്ഷേ അവൻ്റെ കളിയുടെ മനോഹാരിത, അവൻ്റെ നീക്കങ്ങളിലെ ആ ഒരു ഗ്രേറ്റ്നെസ്, അവൻ്റെ പീക്കിലുള്ള സമയത്ത് അവൻ കളിച്ചൊരു കളിയുണ്ടല്ലോ, അതെനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. ബാഴ്സലോണയിൽ ലൂയിസ് സുവാരസിനും മെസ്സിക്കുമൊപ്പം കോച്ചായിട്ട് ലൂയിസ് എൻറിക്കെ. അൺഫോർച്ചുനേറ്റ്ലി എൻ്റെ ബയേൺ ടീം, ഞാനന്ന് ബയേണിൻ്റെ കോച്ചാണ്, അവരെ നേരിടേണ്ടി വന്നു. അവർ അൺസ്റ്റോപ്പബിളായിരുന്നു. ഞാൻ ആഗ്രഹിച്ചതാണ് അവനെ പരിശീലിപ്പിക്കണമെന്ന്, പക്ഷെ അത് നടന്നില്ല എന്നാണിപ്പോൾ പെപ് ഗാർഡിയോള പറയുന്നത്. അതേസമയം ബ്രസീലിയൻ ദേശീയ ടീമിൻ്റെ പ്രശ്നം എന്താണ്, താരങ്ങൾ അനുഭവിക്കുന്ന പ്രഷർ എന്താണ് എന്നുകൂടി പെപ്പ് പറയുന്നുണ്ട്. പെപ്പ് പറയുന്നു, ഞാൻ ഒരുപാട് ബ്രസീലിയൻ താരങ്ങളെ പരിശീലിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ അവരെന്നോട് പറഞ്ഞിട്ടുള്ള എന്താണെന്ന് വെച്ചാൽ, ബ്രസീലിയൻ ദേശീയ ടീമിലേക്ക് എത്തുമ്പോൾ അത് ഒരു വല്ലാത്തൊരു അനുഭവമാണ്. ആ ജേഴ്സിയുടെ ഒരു ഭാരം വലുതാണ്. കാരണം വലിയ രൂപത്തിൽ പ്രഷർ ഉണ്ടാവും. അത്ര വലിയ ചരിത്രം അവരുടെ ടീമിനുണ്ട്. അപ്പോൾ കാര്യങ്ങൾ നന്നായി ചെയ്യണമെന്നുള്ളൊരു പ്രഷർ എല്ലായ്പ്പോഴും ഉണ്ടാവും. നിങ്ങൾ നോക്കുക, മൊറോക്കോക്കെതിരെയുള്ള ബ്രസീലിൻ്റെ കളി. നല്ലൊരു ടീമാണ് മൊറോക്കോ. അവരോട് സമനില പിടിച്ചിട്ട് പോലും ബ്രസീലിയൻ ദേശീയ ടീമിനെതിരെ TV-യിലും പോഡ്കാസ്റ്റിലും റേഡിയോയിലും ഒക്കെ എന്തൊക്കെയാണ് വന്നത് എന്ന്. അതാണ് ബ്രസീലുകാർ ഈ ദേശീയ ടീമിൽ നിന്ന് ഡിമാൻഡ് ചെയ്യുന്നത്. എനിക്കറിയില്ല ആഞ്ചലോട്ടി അവിടെ സക്സസ് ആവുമോ എന്നുള്ളത്. കാരണം ബ്രസീലിൻ്റെ ഒരു ക്വാണ്ടിറ്റി അൺനോൺ ആണ്. ഏത് തരത്തിൽ പോകും നമുക്കറിയില്ല. കാർലോയുടെ ഒരു രീതി ഇങ്ങനെയുള്ള ടൂർണമെൻറ്റുകളോട്, അതായത് ഒരു കുറഞ്ഞ മത്സരങ്ങൾ മാത്രമുള്ള നോക്കൗട്ട് ഫോർമാറ്റിലൊരു ടൂർണമെൻറ്റിനോട് എത്രത്തോളം യോജിക്കുമെന്ന് എനിക്ക് സംശയമുണ്ട്. പക്ഷേ കാർലോ വെരി 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 ഗുഡാണ്, നമുക്കതറിയാലോ. ബ്രസീൽ പക്ഷേ എല്ലായ്പ്പോഴും ഇത്തരത്തിലുള്ള വിജയങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു ടീം ആയതുകൊണ്ട് പ്രഷർ ഉണ്ടാവും. ബ്രസീൽ ടീമിൻ്റെ ജേഴ്സി എല്ലായ്പ്പോഴും വളരെ ഹെവിയാണ്. കാരണം പെലെ ധരിച്ച ജേഴ്സിയാണത്, സീക്കോ ധരിച്ച ജേഴ്സിയാണത്, ഗ്രേറ്റ് പ്ലെയേഴ്സ് റൊമാരിയോയും റിവാൾഡോയും ഒക്കെ ധരിച്ച ജേഴ്സിയാണത്. നിങ്ങൾ നോക്കുക, 1982 ബ്രസീലിയൻ ദേശീയ ടീം, ആ ടീം ആരാധകരുടെ ഹൃദയത്തിൽ ഇടം പിടിച്ച ടീമാണ്. 1982 ബ്രസീൽ വേൾഡ് കപ്പ് ഒന്നും നേടിയില്ല, പക്ഷേ ഫുട്ബോൾ ആരാധകർ എന്നും ആ ടീമിനെ ഓർത്തിരിക്കും. കാരണം അത് സംതിങ് ബ്രില്യൻ്റ് ആൻഡ് യുണീക്ക് ടീമായിരുന്നു. അപ്പോൾ അവരുടെ കളി കാണുന്നത് തന്നെ ഒരു സന്തോഷമായിരുന്നു എന്നുകൂടി പെപ് ഗാർഡിയോള പറയുന്നു. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സിൽ എത്താം.